ഹായ് ഗൈസ്, എല്ലാവർക്കും വില്ലേജീനിയസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂടെ ഷാനു ഉണ്ട് കേട്ടോ. കുറേ നാൾ കൂടിയിട്ടാണ് നിങ്ങൾ ഷാനുവിനെ ഫ്രെയിമിലൊന്ന് കാണുന്നത്. വേറൊന്നുമല്ല, അപ്പോൾ നമ്മൾ ആ നിർത്തി വെച്ച കുളത്തിൻ്റെ പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു ഓവർഫ്ലോ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കോഴിക്കാർപ്പന മേടിച്ചു. ഓക്കെ, അപ്പോൾ ഈ പോകുന്നത് മേടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പോകുന്നത് കോഴിക്കാർപ്പന എടുക്കാനാണ് ബേസിക്കായിട്ട്. അപ്പോൾ നമ്മൾ കോഴിക്കാർപ്പന എടുത്തുകൊണ്ട് വരുന്നു. വൈകിട്ട് വരുള്ളൂ, കാരണം വേറൊരു വഴിക്ക് പോയിട്ട് കോഴിക്കാർപ്പന എടുത്തിട്ട് വരാനാണ്. ഓക്കെ, അപ്പോൾ കുളത്തിൻ്റെ അപ്ഡേറ്റുകൾ കാണാനായിട്ടുള്ള ബാക്കി വീഡിയോ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരും കേട്ടോ. അങ്ങനെ നമ്മൾ 2 മീനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഷെർജേട്ടയുണ്ട് കേട്ടോ നമ്മുടെ കൂടെ. അപ്പം മീൻ ഇപ്പോൾ കാണിച്ചു തരാം. ക്യാമറ ഒന്ന് റെഡി ആയിക്കോട്ടെ. ഇതാ നമ്മൾ പെട്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 കോഴിക്കാർപ്പ്. 2 ആണും 2 പെണ്ണുമാണ്. 4 ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രത്യേകത. നമ്മളിതിനെ എന്ത് ചെയ്യണം, നമ്മളിതിനൊന്ന് കുളത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് pH സെറ്റ് ആയിക്കോട്ടെ. pH ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്യാമായിരുന്നു. പതുക്കെ റെഡി ആവട്ടെ. അങ്ങനെ കണ്ടിട്ട് ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഈ മീനെല്ലാം പിടിച്ചിട്ട് കുളത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്തു. പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നല്ല രസമാണ് ഇതിനെ പിടിക്കാൻ, കാരണം ചില കയ്യിൽ മുള്ളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും കൊള്ളില്ല. സാധു മത്സ്യങ്ങളാണ് കേട്ടോ കോഴിക്കാർപ്പുകൾ എന്നൊക്കെ പറയുന്നത്. മെയിനായിട്ട് വെജിറ്റേറിയനാണ്. ഇപ്പോൾ പുല്ല് പായലൊക്കെയാണ് കളിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള മീനാണ്. അപ്പോൾ നമ്മൾ ഓരോ മീനായിട്ട് പിടിച്ച് നമ്മൾ കുളത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. വേവേ അതുങ്ങൾ പൊക്കോട്ടെ. അതിനുശേഷം നമുക്ക് ഓവർഫ്ലോയിൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ നമുക്കത് നോക്കണം കേട്ടോ. നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്, നമുക്ക് ഈ പൈപ്പ് ഫുള്ള് ഒന്ന് ബെൻഡ് ചെയ്തെടുക്കണം. ബെൻഡ് ചെയ്യേണ്ട രീതി എന്ന് പറയുമ്പോൾ നമ്മൾ യു ഷേപ്പിലും പിന്നെ ഇൻവേർട്ടഡ് യു ഷേപ്പിലും ആണ് നമ്മൾ ഇതൊന്ന് ബെൻഡ് ചെയ്തെടുക്കുന്ന രീതിയും കാര്യങ്ങളും അളവും എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ കാര്യം ചെയ്യാം, ഞാനിതൊന്ന് ബെൻഡ് ചെയ്തിട്ട് വരാം. ബെൻഡ് ചെയ്യണമെങ്കിൽ ഒരു പ്രശ്നമില്ല. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഒരു ബെൻഡ് ചെയ്യേണ്ട ഏരിയ നമ്മൾ ചെറിയ രീതിയിൽ ചൂട് അപ്ലൈ ചെയ്തതിന് ശേഷം നനഞ്ഞ തുണി എടുത്തിട്ട് നമ്മുടെ അതേ ആകൃതിയിൽ ബെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നനച്ചു കൊടുക്കുകയാണ്. നനഞ്ഞ തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ച് കഴിയുമ്പോൾ നമുക്ക് ഏത് ഷേപ്പിലേക്കാണ് ബെൻഡ് ചെയ്യേണ്ടത് ആ ഒരു ഷേപ്പിലേക്ക് പെർഫെക്റ്റായിട്ട് ബെൻഡ് ചെയ്ത് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇത് PVC പൈപ്പ് വെച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷേ PVC പൈപ്പിൻ്റെ പൈസ മാത്രം വേണ്ടി വരും. ബെൻഡിൻ്റെയും PVC പൈപ്പിൻ്റെ പൈസ വേണ്ടി വരും. ഇതാകുമ്പം നമുക്കൊരൊറ്റ പൈപ്പ് മതി. 0 കോസ്റ്റാണ്. ഓക്കെ, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ പൈപ്പ് ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പൈപ്പിനായിട്ട് നമ്മളൊരു ചെറിയ വലപ്പീസ് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, കുഞ്ഞു മീനുകളൊന്നും പോകാതിരിക്കാനാണ്. നമുക്ക് വെള്ളം കളഞ്ഞാൽ മതിയല്ലോ. പിന്നെ ക്ലീനിങ്ങിൻ്റെ കാര്യം നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ബെൻഡ് ചെയ്തെടുത്തേക്കുന്നത് ഒരു S ഷേപ്പിലാണ്. കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഒരു പേപ്പറിൽ ഇത് കറക്റ്റ് വരച്ച് എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് പോയി കുളത്തിലൊന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇത് വളരെ ചീപ്പായിട്ടും എഫക്റ്റീവായിട്ടും ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. എന്നാൽ കുറച്ചുകൂടെ നിങ്ങൾക്കൊരു 200 രൂപ ഒരു 250 രൂപ മുടക്കി കഴിഞ്ഞ് കുറച്ചുകൂടെ എന്താ പറയുക എഫിഷ്യൻ്റായിട്ട് വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് PVC പൈപ്പ് എൽബോയും വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഓവർഫ്ലോ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പൈപ്പ് ബെൻഡ് ചെയ്ത് S ഷേപ്പിലാണ് നമ്മൾ ബെൻഡ് ചെയ്തെടുത്തേക്കുന്നത്. ഇപ്പോൾ കാണിച്ചു തരാം. പൈപ്പിൻ്റെ ഒരറ്റം നമ്മൾ കുളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അവിടുന്ന് ഈ ഒരറ്റം ഇങ്ങനെ പാസ് ചെയ്ത് താഴേക്ക് ഇറങ്ങി നമ്മളൊരു വടിയിലോട്ട് കണക്ട് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് വരികയാണ്. ശരിക്കും ഒരു വളരെ വലിയൊരു കർവായിട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ. ഓട്ടോ ഫോക്കസിന് എന്തോ ഒരു ചെറിയൊരറ്റ വിഷയം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഞാൻ ഇനി നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന്. പിന്നെ നമ്മുടെ കുളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ലുക്ക് കണ്ടല്ലോ നിങ്ങൾ, എങ്ങനെ ഇരിക്കുന്നതെന്ന്. നല്ല രീതിയിൽ തന്നെ മീനുകൾ ബ്രീഡായിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്നുണ്ട് നമുക്ക് മാറ്റമാണ്. ഇനി നമുക്ക് കോഴിക്കാർപ്പിനെ കൊണ്ടിടണം. ഇതുവരെ ആ ഒരു മീൻ അങ്ങനെ വന്നില്ല, അതാണ് വിഷയം. നമുക്കതിനെ കിട്ടിയ ഉടൻ തന്നെ നമുക്ക് കാർപ്പിനെ കൊണ്ടിടാം കേട്ടോ.
ഗൈസ് നമ്മുടെ കുളം അത് ഏതാകൃതിയുമായിക്കോട്ടെ. ഇപ്പോൾ എൻ്റെ ഒരു കുളം എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയാണ് എൻ്റെ കുളത്തിൻ്റെ ഷേപ്പ് വന്നേക്കുന്നത്. നമ്മുടെ കുളം ഇങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം കുളത്തിൻ്റെ ഷേപ്പ് വന്നിരിക്കുന്നത് ഈ ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് കുളത്തിൻ്റെ വെള്ളം ഈ ഒരു അളവിൽ തന്നെ മതി നമുക്ക്, അല്ലേ? വെള്ളത്തിൻ്റെ ഒരളവ് നമുക്ക് ഈ ഒരു പരിധി വരെ മതി. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ ഉണ്ടാക്കുന്ന പൈപ്പ് ഈ ഒരു മോഡലാണ്, ഇങ്ങനെ വരും. ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു പരിധി വരെ നിൽക്കും. ഇവിടം വരെയാണ് മാക്സിമം ലിമിറ്റ് വരുന്നത്. മാക്സിമം ലിമിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു അളവിൽ തന്നെ നമ്മൾ പൈപ്പ് താഴേക്ക് റാ ഷേപ്പിൽ ബെൻഡ് ചെയ്ത് ശേഷം അവിടുന്ന് ഈ ഒരു ഷേപ്പിലേക്ക് ബെൻഡ് ചെയ്യുക. അതായത് ഇവിടുന്ന് താഴെ വേത്തണം കേട്ടോ, എന്നോട് തെറ്റിപ്പോയതാണ്, ക്ഷമിക്കുക. ഈ ഒരു ഭാഗം മാത്രം ഞാൻ കറക്റ്റായിട്ട് വരച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പൈപ്പ് അടി വരെ മുട്ടി, അതിന് ശേഷം മുകളിലേക്ക് കൊണ്ടുവന്നു, അതേ ലെവൽ താഴേക്ക് മുട്ടി, പിന്നെ ഇങ്ങനെ കൊണ്ടുവന്നു. ഈ ഒരു ഏരിയയാണ് നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ലെവലും ഈ ഒരു വെള്ളത്തിൻ്റെ ഈ ഒരു ലെവലും കറക്റ്റ് ആകുമ്പം എന്ത് ചെയ്യും, ഇതുവഴി വെള്ളം പോയി ഈ ഒരു ലെവലിനൊപ്പം എത്തുമ്പോൾ നമ്മൾ ഈ പൈപ്പ് ഇവിടെ കണ്ടിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ ഒരു ലെവലിൽ എത്തുമ്പോഴേക്ക് വെള്ളം നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതേ വെള്ളം ഇവിടം വരെ ഉയർന്നു വന്നിരിക്കട്ടെ, അപ്പോൾ എന്ത് ചെയ്യും, ഈ വാൽവിൽ നിന്ന് ഇതിനുള്ളിലേക്ക് പോകുന്ന വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതുവഴി ഈ ഒരു ലൈൻ വഴി പുറത്തേക്ക് ഇറങ്ങി ഈ ഒരു പൈപ്പിൻ്റെ ഈ ഒരു ലെവൽ കണ്ടല്ലോ, ഈ ഒരു ലെവൽ എത്തുന്നോടം വരെ ഇതിലൂടെ തുടർച്ചയായി വെള്ളം പോയിക്കൊണ്ടേയിരിക്കും. ശേഷം എന്താവുകയാണ് ചെയ്യുന്നത്, ഈ ഒരു ലെവലിൻ്റെ ഒപ്പത്തിനെത്തിക്കഴിഞ്ഞാൽ ആ ഒരു പ്രവാഹം നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി, നമ്മൾ ഈ ഒരു ഫോമിൽ നമ്മുടെ പൈപ്പ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതുവഴി വെള്ളം ഒന്ന് വലിച്ചു കളയണം. നമുക്ക് പല രീതിയിൽ വെള്ളം വലിച്ച് അതിൻ്റെ ഉള്ളിൽ ഒന്നെങ്കിൽ വെള്ളം നിറച്ചിട്ട് വിട്ട് കളയാം, അല്ലെങ്കിൽ നമുക്ക് വാഗൊണ്ട് തന്നെ വലിച്ചു കളയാം. PVC പൈപ്പ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോർമലായിട്ട് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന PVC പൈപ്പ് ഒരു എൽബോ, ഇവിടുന്ന് ശേഷം മറ്റൊരു PVC പൈപ്പ് ഒരു എൽബോ, മറ്റൊരു എൽബോ, വേറൊരു എൽബോ, ഈ ഒരു മോഡലിലായിരിക്കും നമുക്ക് ആ പൈപ്പ് സെറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു സാധനം കൊണ്ട് നമ്മുടെ കുളത്തിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കുളം കേട്ടോ. കുളം ഞാൻ വേറൊരു പീസിൽ വരച്ച് കാണിച്ചു തരാം, വേറൊരു നിറത്തിൽ വരച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കുളം എന്ന് സങ്കല്പിച്ചാൽ മതിയേ. ഇതാണ് നമ്മുടെ കുളം, ഇത് പൈപ്പ്, ഇത് നമ്മുടെ പോണ്ട്, ഈ ഒരു മോഡലായിരിക്കും. അപ്പോൾ ഒരു തവണ നമ്മൾ വലിച്ചു വിടുന്നു, നമുക്ക് എത്ര അളവിലാണോ വെള്ളം നിൽക്കേണ്ടത് ആ അളവിൽ ആ ഒരു പൈപ്പിൻ്റെ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം. ഓക്കെ, ഈ ഒരു ഭാഗത്തിന് നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെവലെത്തുമ്പോൾ വെള്ളം നിൽക്കും. സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കുളം. അപ്പം കുളത്തിൽ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളായിട്ടുണ്ട്. മീനുകളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ, പായലൊക്കെ നന്നായിട്ട് വളർന്നു. അപ്പോൾ അതാ നമ്മളിവിടെ ഈ ഓവർഫ്ലോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവർഫ്ലോയുടെ അതേ ഹൈറ്റിലാണ് ഇപ്പോൾ വെള്ളം ഉള്ളത്. നമ്മൾ ഓവർഫ്ലോ ഒരല്പം താത്തി കഴിഞ്ഞാൽ ഇതിലൂടെ വെള്ളം വരാൻ തുടങ്ങും. ഫോക്കസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. കണ്ടല്ലോ, നമ്മൾ ഓവർഫ്ലോ താത്തി കഴിഞ്ഞാൽ വെള്ളം വരും. ഉയർത്തി വെക്കുന്നതിനനുസരിച്ച് ആ വെള്ളത്തിൻ്റെ ഫ്ലോ നിൽക്കും. എന്തുകൊണ്ടാണ്, ഈ ഒരു ഓവർഫ്ലോയിൻ്റെ ലെവലിൽ തന്നെ ഇതിൻ്റെ വെള്ളം അഡ്ജസ്റ്റായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വെള്ളം വരുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു ബക്കറ്റിലോ അല്ലെ പൈപ്പിലോ വെള്ളം വെച്ച കുളത്തിലേക്ക് വെള്ളം നിറയ്ക്കുകയാണെങ്കിൽ എന്താവും, ഈ പൈപ്പിന് മുകളിലേക്ക് വെള്ളം നിറയുകയും ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു ചെയ്തേക്കുന്ന ചെറിയൊരു സെറ്റപ്പ് വഴി വെള്ളം പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും. ഞാൻ നേരെ കാണിച്ചൊരു പൈപ്പിനെ താഴേക്ക് വളയ്ക്കുകയാണ്, വരുന്നുണ്ടോ? നമുക്കിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കാം, വെള്ളം തുടർച്ചയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് അതിലെ വെള്ളം കുറയും. നമ്മൾ വല വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വെള്ളം മാത്രമേ പോകുള്ളൂ, മീനോ അങ്ങനെയുള്ള വേസ്റ്റും കാര്യങ്ങളൊന്നും പോവില്ല. വലിയ കുളത്തിന് വലിയ പൈപ്പ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്കിത് പഴയ പോലെ തന്നെ ഉയർത്തി വെക്കാം. ഉയർത്തി വെക്കുന്നതിനനുസരിച്ച് കണ്ടല്ലോ, ആ വെള്ളം പോകുന്ന ആ ഒരു സ്പീഡ് കുറഞ്ഞു, അതോടെ വെള്ളം നിൽക്കുകയാണ് ചെയ്തത്. കണ്ടല്ലോ, ഈ ഒരു ലൈൻ വഴിയാണ് വെള്ളം കയറി വരുന്നത്. S ഷേപ്പിലാണ് നമ്മൾ ബെൻഡ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് മറക്കരുതേ. ഹേ ഗൈസ്, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കാണുമല്ലോ. നമ്മളൊരു ചെറിയ വീഡിയോ ആണ് ചെയ്തത്. നമ്മുടെ കോഴിക്കാർപ്പിൻ്റെ പൈസ എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം സെക്കൻഡ് ഹാൻഡ് ബേസിക്കാണ് മേടിച്ചത്. അപ്പോൾ നമ്മുടെ ഒരു ചേട്ടായി ഒഴിവാക്കിയ മീനാണ്. 200 രൂപയ്ക്കാണ് നമ്മൾ കാർപ്പിനെ മേടിച്ചത്. ശരിക്കും പറഞ്ഞാൽ കാർപ്പിന് നല്ല പൈസയുണ്ട്. 20 രൂപ 40 രൂപയ്ക്കൊക്കെ മുകളിലാണ്. കുഞ്ഞിനൊക്കെ നല്ല കുഞ്ഞിനൊക്കെ നല്ല പൈസയോ. അപ്പോൾ ഇനിയും നമ്മൾ കോഴിക്കാർപ്പിനെ മേടിക്കും. കോഴിക്കാർപ്പ് മാത്രമല്ല കേട്ടോ, ഒരുവിധപ്പെട്ട എല്ലാ മീനും മേടിക്കും. നമ്മൾ ഇനി ഒരുപാട് നല്ല രീതിയിൽ കുളമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഓവർഫ്ലോയുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പൈപ്പ് അതായത് കുളത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് പൈപ്പിൻ്റെ വലുപ്പം കൂട്ടാൻ മറക്കരുത്. അത് കൂട്ടണം. കാരണം വെച്ചാൽ വലിയ അളവിൽ വെള്ളം അതിലേക്ക് വരാൻ നേരത്ത് ഔട്ടർ പോകുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയാൻ ചാൻസ് ഉണ്ട്. അതുവഴി വെള്ളം സ്പീഡിൽ നിറയാൻ ചാൻസ് ഉണ്ട്.
എന്നാൽ വെള്ളം താഴുകയും ചെയ്യും, പക്ഷേ അത് പതുക്കെ താഴും എന്ന് മാത്രം. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ വണ്ടിയുടെ വർക്ക് തീരാനായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ നല്ല വരുന്നതായിരിക്കും. അപ്പോൾ തുടർന്ന് നല്ല വീഡിയോ സെറ്റിനായിട്ട് വില്ലേജ് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇത് നല്ല വീഡിയോ ആയിട്ട് നല്ല കണ്ടന്റുമായിട്ട് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജ് ജീനിയസ് സൈനിങ് ഔട്ട്.